വെൽക്കം ഓൾ. ഇപ്പോൾ നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഫങ്ഷൻസ് എന്ന് പറയുന്ന പാർട്ടിൽ നമ്മൾ ബിൽറ്റ് ഇൻ ഫങ്ഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഓരോ ബിൽറ്റ് ഇൻ ഫങ്ഷനുകൾ, ഓരോ ഗ്രൂപ്പ് ഓഫ് ബിൽറ്റ് ഇൻ ഫങ്ഷനുകളെക്കുറിച്ചും ആ ബിൽറ്റ് ഇൻ ഫങ്ഷനുകളിൽ ഓരോ ഫങ്ഷനുകളുടെ ഉപയോഗവും അവ വരുന്ന ഹെഡർ ഫയലുകളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെയും നോക്കാൻ പോകുന്നത്. നമ്മളതിൽ ആദ്യം ക്യാരക്ടർ ടൈപ്പിലുള്ള ഫങ്ഷൻസിനെ കുറിച്ചാണ് നോക്കുന്നത്. ദീസ് ഫങ്ഷൻസ് ആർ യൂസ്ഡ് ടു പെർഫോം വേരിയസ് ഓപ്പറേഷൻസ് ഓഫ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ക്യാരക്ടേഴ്സ് വെച്ചുകൊണ്ടുള്ള വിവിധ തരത്തിലുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫങ്ഷനുകളെ കുറിച്ചാണ് നമ്മൾ ഈ കാറ്റഗറിയിൽ പഠിക്കുന്നത്. അപ്പോൾ ഇവ CC ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയലിനകത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ പറയാൻ പോകുന്ന ക്യാരക്ടർ ഫങ്ഷൻസ് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, CC ടൈപ്പ് എന്ന് പറയുന്ന നമ്മുടെ ഹെഡർ ഫയല് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ക്യാരക്ടറിൽ വർക്ക് ചെയ്യുന്ന, ക്യാരക്ടറിൽ വിവിധ തരത്തിലുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫങ്ഷനുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ഒരു ഫങ്ഷനാണ് ഈസ് അപ്പർ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ. ഈസ് അപ്പർ. ദിസ് ഫങ്ഷൻ ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ എ ക്യാരക്ടർ ഈസ് ഇൻ അപ്പർ കേസ് ഓർ നോട്ട്. നമുക്കൊരു ക്യാരക്ടർ അപ്പർ കേസ് ആണോ അല്ലയോ, അപ്പർ കേസ് ആണോ അതോ ലോവർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫങ്ഷനാണ് ഈസ് അപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് ഒരു ഇൻറ്റിജർ ടൈപ്പിലുള്ള വാല്യൂ റിട്ടേൺ ചെയ്ത് വരും. ആ വാല്യൂവിനെ നമുക്കൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. അതിനുവേണ്ടി നമുക്കൊരു ഇൻറ്റിജർ ടൈപ്പ് വേരിയബിൾ വേണം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും ഈ ഫംഗ്ഷൻ? ഇൻ്റെ വേരിയബിൾ ഈസ് ഈക്വൽ ടു ഈസ് അപ്പർ ക്യാരക്ടർ സി. നമ്മളൊരു ക്യാരക്ടർ കൊടുത്താൽ അത് അപ്പർ ആണോ ലോവർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് പറഞ്ഞു തരും. അതെങ്ങനെയാണ് പറയുന്നതെന്നറിയോ? നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടർ, നമ്മൾ ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കുന്ന ക്യാരക്ടർ അപ്പർ കേസിലുള്ളതാണ് എങ്കിൽ 1 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻറ്റിജർ വേരിയബിളിനകത്തേക്ക് 1 ആണ് വരുന്നതെങ്കിൽ നമുക്ക് പറയാം നമ്മൾ കൊടുത്തത് അപ്പർ കേസ് ആണ്. അതല്ല 0 ആണെങ്കിൽ നമുക്ക് പറയാം നമ്മൾ കൊടുത്ത ആർഗ്യുമെൻ്റ് എന്തിലുള്ളതാണ്, ലോവർ കേസിലുള്ളതാണ് എന്ന്. അടുത്ത ഒരു ഫംഗ്ഷനാണ് ഈസ് ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ എ ക്യാരക്ടർ ഈസ് ഇൻ ലോവർ കേസ് ഓർ നോട്ട്. നമ്മൾ ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കുന്ന ഒരു ക്യാരക്ടർ ലോവർ കേസിലുള്ളതാണോ അല്ലയോ എന്ന് റിട്ടേൺ ചെയ്ത് തരുന്ന ഒരു ഫംഗ്ഷനാണ് ഈസ് ലോവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റെ വേരിയബിൾ ഈസ് ഈക്വൽ ടു ഈസ് ലോവർ ക്യാരക്ടർ സി. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അത് ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ കൊടുക്കുന്നു. അത് ലോവർ കേസിലുള്ളതാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഈസ് ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നേരത്തെ പോലെ അത് 1 റിട്ടേൺ ചെയ്ത് തരും. എപ്പോൾ നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടർ ലോവർ കേസിലുള്ളതാണ് എങ്കിൽ. അല്ലെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്യും? 0 റിട്ടേൺ ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻറ്റിജർ വേരിയബിളിലേക്ക് 1 റിട്ടേൺ ചെയ്ത് വരുന്നു എങ്കിൽ അത് ലോവർ കേസിലുള്ളതാണ്, അല്ലെങ്കിൽ അത് അപ്പർ കേസിലുള്ളതാണ്. അടുത്ത ഒരു ഫംഗ്ഷനാണ് ഈസ് ആൽഫ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ ഈസ് ടു ചെക്ക് വെദർ ദ ഗിവൺ ക്യാരക്ടർ ഈസ് ആൽഫബറ്റ് ഓർ നോട്ട്. നമ്മൾ കൊടുക്കുന്ന ഒരു ക്യാരക്ടർ അത് ആൽഫബറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഈസ് ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ തന്നെ ഇൻ്റെ വേരിയബിൾ ഈസ് ഈക്വൽ ടു ഈസ് ആൽഫ ക്യാരക്ടർ സി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ക്യാരക്ടർ, നമ്മൾ കൊടുക്കുന്ന ആർഗ്യുമെൻ്റ് എന്താണെങ്കിൽ ആൽഫബറ്റ് ആണ് എങ്കിൽ 1 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. നമ്മളിപ്പോൾ കൊടുക്കുന്ന ക്യാരക്ടർ ആൽഫബറ്റുകളിലുള്ളത് ഏതെങ്കിലും ആണെങ്കിൽ, നമ്മൾ സിമ്പലോ വേറെ ഏതെങ്കിലും ആണോ കൊടുക്കുന്നതെങ്കിലോ 0 റിട്ടേൺ ചെയ്ത് തരും. അതല്ല ആൽഫബറ്റ് ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടർ ആൽഫബറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഈസ് ആൽഫ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അടുത്ത ഒരു ഫംഗ്ഷനാണ് ഈസ് ഡിജിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ ദ ഗിവൺ ക്യാരക്ടർ ഈസ് എ ഡിജിറ്റ് ഓർ നോട്ട്. നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടർ ഡിജിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി
ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഈസ് ഡിജിറ്റ് എന്ന് പറയുന്നത്. ഇൻഡ് വേരിയബിൾ ഈസ് ഈക്വൽ ടു ഈസ് ഡിജിറ്റ് വിത്തിൻ ബ്രാക്കറ്റ് ക്യാരക്ടർ സി. നമ്മൾ ഒരു ക്യാരക്ടർ അങ്ങോട്ട് കൊടുക്കുന്നു. ആ ക്യാരക്ടറോ എന്താണെങ്കിൽ ഒരു ഡിജിറ്റ് ആണ് എങ്കിൽ 1 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്ത് തരും. അപ്പം നമ്മൾ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഡിജിറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഈസ് ഡിജിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ഫംഗ്ഷനാണ് ഈസ് ആൽ നം എന്ന് പറയുന്ന ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ എ ക്യാരക്ടർ ഈസ് ആൻ ആൽഫ ന്യൂമറിക് ഓർ നോട്ട്. അപ്പോൾ ആൽഫ ന്യൂമറിക് ആണോ, ആൽഫബറ്റോ ന്യൂമറിക്കോ ഏതെങ്കിലും ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഈസ് ആൽ നം. അപ്പോൾ നമ്മൾ ആൽഫബറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തു, ഡിജിറ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തു. ഇനി ആൽഫ ന്യൂമറിക് ആണോ എന്ന് നമുക്ക് ഒരുമിച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഈസ് ആൽ നം എന്ന് പറയുന്നത്. നേരത്തെ പോലെ തന്നെ ഇൻഡ് വേരിയബിൾ ഈസ് ഈക്വൽ ടു ഈസ് ആൽ നം വിത്തിൻ ബ്രാക്കറ്റ് ക്യാരക്ടർ സി. നമ്മളൊരു ക്യാരക്ടർ ഇൻപുട്ടായിട്ട്, അതായത് ആർഗ്യുമെൻ്റായിട്ട് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്താൽ ആ ഫംഗ്ഷൻ ഒന്നുകിൽ 1 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. 1 എപ്പോഴായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്ന ക്യാരക്ടർ, നമ്മൾ കൊടുക്കുന്ന ആർഗ്യുമെൻ്റ് ആൽഫ ന്യൂമറിക് ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ 0 റിട്ടേൺ ചെയ്ത് തരും. അങ്ങനെ നമ്മളൊരു ക്യാരക്ടറിനെ ആൽഫ ന്യൂമറിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഈസ് ആൽ നം എന്ന് പറയുന്നത്. അടുത്ത ഒരു ഫംഗ്ഷനാണ് ടു അപ്പർ എന്ന് പറയുന്നത്. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ദ ഗിവൺ ക്യാരക്ടർ ഇൻറ്റു ഇറ്റ്സ് അപ്പർ കേസ്. അപ്പം നമ്മളൊരു ക്യാരക്ടർ കൊടുക്കുന്നു, ആ ക്യാരക്ടറിനെ അപ്പർ കേസ് ആയിട്ട് തിരിച്ച് റിട്ടേൺ ചെയ്ത് വരും. അപ്പോൾ റിട്ടേൺ ചെയ്ത് വരുന്നതും എന്ത് തന്നെയാണ്? ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ക്യാരക്ടർ ടൈപ്പിലുള്ള വേരിയബിളിലോട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ക്യാരക്ടർ വേരിയബിൾ ഈസ് ഈക്വൽ ടു അപ്പർ ക്യാരക്ടർ സി. നമ്മൾ അങ്ങോട്ടൊരു ക്യാരക്ടർ കൊടുക്കുന്നു, അത് ലോവർ കേസിലുള്ളതാണ് എങ്കിൽ അതിനെ അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ ക്യാരക്ടർ വേരിയബിൾ, ഇപ്പം ഞാൻ ക്യാരക്ടർ സി ഈസ് ഈക്വൽ ടു അപ്പർ സ്മോൾ ബി കൊടുത്താൽ സ്മോൾ ബി ലോവർ കേസ് ആണ്, അതുകൊണ്ട് അതിനെ അപ്പർ കേസ് ബിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന സി എന്ന് പറയുന്ന ക്യാരക്ടറിനകത്തോട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ടു അപ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയുള്ള അടുത്ത ഒരു ഫംഗ്ഷനാണ് ടു ലോവർ എന്ന് പറയുന്നത്. ടു ലോവർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ടു അപ്പർ ചെയ്തതുപോലെ നമ്മളൊരു ക്യാരക്ടർ കൊടുക്കുമ്പോൾ അതിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്തു വരും? ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്ത് വരും. അപ്പോൾ നമുക്ക് ഒരു ക്യാരക്ടർ നമ്മളോട്ട് കൊടുത്തു, ആ ക്യാരക്ടറിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്ത് തരും? നമ്മുടെ ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്ത് തരും. അതും തിരിച്ച് റിട്ടേൺ ചെയ്യുന്നത് എന്ത് തന്നെ ആയിരിക്കും? ഒരു ക്യാരക്ടർ ടൈപ്പിലുള്ള വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊരു ക്യാരക്ടർ ടൈപ്പ് വേരിയബിളിലോട്ട് അത് സ്റ്റോർ ചെയ്യും. അപ്പോൾ ആ ക്യാരക്ടർ ടൈപ്പ് വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടു ലോവർ ഓഫ് ക്യാരക്ടർ സി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ക്യാരക്ടർ അപ്പർ കേസിലാണെങ്കിൽ ലോവർ കേസിൽ കൺവേർട്ട് ചെയ്ത് തരും. അതല്ല അപ്പർ കേസിലാണെങ്കിൽ അത് അതേപോലെ തന്നെ തിരിച്ചു തരും. അപ്പോൾ ലോവർ കേസിലുള്ളതാണെങ്കിൽ ലോവർ കേസിൽ തന്നെ തിരിച്ച് റിട്ടേൺ ചെയ്ത് തരും. അപ്പർ കേസിലുള്ളതാണ് കൊടുക്കുന്നത് എങ്കിൽ അത് ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് തിരിച്ച് റിട്ടേൺ ചെയ്ത് തരും. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് കൺവേർഷൻ ഫംഗ്ഷനുകളെ കുറിച്ചാണ്. അപ്പോൾ അടുത്ത ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനിലെ അടുത്ത ഒരു കാറ്റഗറിയാണ് കൺവേർഷൻ ഫംഗ്ഷൻസ്. ദീസ് ഫംഗ്ഷൻസ് ആർ യൂസ്ഡ് ടു കൺവേർട്ട് എ സ്ട്രിങ് ടു ഇൻറ്റിജർ ആൻഡ് ആൻ ഇൻറ്റിജർ ടു സ്ട്രിങ്. സ്ട്രിങ്ങിനെ ഇൻറ്റിജർ ആക്കാനും ഇൻറ്റിജറിനെ സ്ട്രിങ് ആക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനുകളാണ് ഈ കൺവേർഷൻ ഫംഗ്ഷനുകൾ എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്നത്. നമ്മൾ അങ്ങോട്ടൊരു സ്ട്രിങ് കൊടുത്ത് അതിനെ ഇൻറ്റിജർ ആക്കാനും ഇൻറ്റിജർ കൊടുത്ത് അതിനെ സ്ട്രിങ് ആക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനുകൾ. ഇത് CSTD_lib എന്ന് പറയുന്ന ഹെഡർ ഫയലിനകത്താണ് ഇൻക്ലൂഡ് ചെയ്തു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷനുകളിൽ ഏതെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിനകത്ത് നമ്മൾ മസ്റ്റായിട്ട് എന്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം? CSTD_lib എന്ന് പറയുന്ന ഹെഡർ ഫയലിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ കൺവേർഷൻ ഫംഗ്ഷൻസ് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് ആദ്യത്തെ ഒരു ഫംഗ്ഷനാണ് I_A എന്ന് പറയുന്ന ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ആൻ ഇൻറ്റിജർ വാല്യൂ ടു എ സ്ട്രിങ് ടൈപ്പ്.
ഇൻറ്റിജർ വാല്യൂവിനുള്ള ഒരു സാധനത്തിനെ സ്ട്രിങ് ടൈപ്പിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്, ഐ ടു എ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ സിൻറ്റാക്സ് നോക്കിയേ. ഐ ടു എ വിത്തിൻ ബ്രാക്കറ്റ് ഇൻറ്റ് എൻ ക്യാരക്ടർ സി ഒരു അറേ ഇൻറ്റ് ലെങ്ത് LEN എന്ന് പറയുന്ന 3 വേരിയബിൾ കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഫ്രം ദ സിൻറ്റാക്സ് വി ക്യാൻ സീ ദാറ്റ് ദ ഫംഗ്ഷൻ റിക്വയർ 3 ആർഗ്യുമെൻറ്റ്. ദ ഫസ്റ്റ് വൺ ഈസ് ദ നമ്പർ ടു ബി കൺവേർട്ടഡ്. അപ്പം നമ്മളൊരു ഇൻറ്റിജറിനെ എന്താക്കി മാറ്റാൻ പോവുകയാണ്, സ്ട്രിങ് ടൈപ്പ് ആക്കി മാറ്റാൻ പോവുകയാണ്. അപ്പം അതിനാവശ്യമായിട്ടുള്ള ഇൻറ്റിജറാണ് ആദ്യത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ആ ഇൻറ്റ് എൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻറ്റിജർ വാല്യൂ, അതായത് ഏതിനെയാണോ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് ആ നമ്പർ. ദ സെക്കൻഡ് ആർഗ്യുമെൻ്റ് ഈസ് ദ ക്യാരക്ടർ അറേ വേർ ദ കൺവേർട്ടഡ് സ്ട്രിങ് വാല്യൂ ഈസ് ടു ബി സ്റ്റോർഡ്. രണ്ടാമത്തത് ഒരു ക്യാരക്ടർ ടൈപ്പ് അറേയാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ കൊടുക്കുന്ന ഇൻറ്റിജറിനെ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ അത് സ്റ്റോർ ചെയ്യേണ്ട ക്യാരക്ടർ ടൈപ്പ് അറേയാണ് രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ്. മൂന്നാമതൊരു ആർഗ്യുമെൻറ്റും ഉണ്ടല്ലേ, അതെന്താണ്, ലെങ്ത്. അതായത് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്ന അറേ എത്ര ലെങ്തിലുള്ളതായിരിക്കണം, ദാറ്റ് മീൻസ് ദ സൈസ് ഓഫ് ദ ക്യാരക്ടർ അറേ. ഇത് മൂന്നുമാണ് നമ്മൾ ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻറ്റിജർ ടൈപ്പിലുള്ള ഒരു ആർഗ്യുമെൻറ്റിനെ സ്ട്രിങ് ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐ ടു എ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അടുത്ത ഒരു ഫംഗ്ഷനാണ് എ ടു ഐ എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് എ സ്ട്രിങ് ടു ഇൻറ്റിജർ. ഒരു സ്ട്രിങ്ങിനെ ഇൻറ്റിജറാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എ ടു ഐ. നമ്മളൊരു സ്ട്രിങ് കൊടുത്താൽ അതിനെ ഒരു ഇൻറ്റിജറാക്കി റിട്ടേൺ ചെയ്യും. അപ്പോൾ ഒരു ഇൻറ്റിജർ വേരിയബിളിനകത്തോട്ട് നമ്മൾ സ്റ്റോർ ചെയ്യും എ ടു ഐ ഓഫ് ഏത് സ്ട്രിങ്, ആ സ്ട്രിങ് എവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ ക്യാരക്ടർ ടൈപ്പ് അറേ. അപ്പോൾ ആ ക്യാരക്ടർ ടൈപ്പ് അറയ്ക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രിങ്ങിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ ഒരു ക്യാരക്ടർ ടൈപ്പ് അറേ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് നമ്മൾ കുറേ വാല്യൂസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. അങ്ങനെ ഒരു സ്ട്രിങ് വാല്യൂവിനെ ഇൻറ്റിജർ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എ ടു ഐ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അടുത്ത ഒരു കാറ്റഗറിയാണ് IO മാനിപ്പുലേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് മാനിപ്പുലേറ്റിംഗ് ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ യൂസ്ഡ് ടു മാനിപ്പുലേറ്റ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ഇൻ C++. C++നകത്തുള്ള ഇൻപുട്ട് ഓപ്പറേഷനെയും ഔട്ട്പുട്ട് ഓപ്പറേഷനെയും വിവിധ തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനുകളാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. അതായത് IO മാനിപ്പുലേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ കാറ്റഗറിയിൽ വരുന്നത്. ഇവ CIO മാനിപ്പ് എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയലിനകത്താണ് ഉള്ളത്. അതുകൊണ്ട് ഈ IO മാനിപ്പുലേറ്റിംഗ് ഫംഗ്ഷൻസിൽ ഏതെങ്കിലും നമ്മുടെ പ്രോഗ്രാമിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം, CIO മാനിപ്പ് എന്ന് പറയുന്ന ഹെഡർ ഫയലിനെ നമ്മുടെ പ്രോഗ്രാമിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ IO മാനിപ്പുലേറ്റിംഗ് ഫംഗ്ഷൻസ് വർക്ക് ചെയ്യത്തുള്ളൂ. നമ്മൾ ഈ IO മാനിപ്പുലേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ പഠിക്കുന്ന ഒരു ഫംഗ്ഷൻ setW എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു സെറ്റ് ദ വിഡ്ത്ത് ഓഫ് ദ സബ്സിക്വൻറ്റ് സ്ട്രിങ്. നമ്മളൊരു സ്ട്രിങ്ങിൻ്റെ വിഡ്ത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഏതെന്ന് പറയുന്നത് setW എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ ക്യാരക്ടർ ടൈപ്പിലുള്ള എസ് എന്ന് പറയുന്ന ഒരു അറയ്ക്കകത്ത് ഞാൻ ഹലോ എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ടൈപ്പ് അറേ, ആ ക്യാരക്ടർ ടൈപ്പ് അറയ്ക്കകത്ത് ഹലോ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു ഔട്ട്പുട്ട് ചെയ്യുകയാണ്. Cout setW10, എന്നിട്ട് എസിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറയുന്നു. വീണ്ടും setW10 കൊടുത്തിട്ടുണ്ട്, setW10 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിനെ ഡയറക്റ്റായിട്ട് Cout ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ഇതെങ്ങനെ ഇതിൻ്റെ ഔട്ട്പുട്ട് കാണും? ആദ്യം setW10 എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മളൊരു 10 സ്പേസ്, അതായത് 10 ഒരു വിഡ്ത്ത്, 10 ഇതിലുള്ള വിഡ്ത്തിൽ 10ൻ്റെ പിക്സൽ സൈസിലുള്ള ഒരു വിഡ്ത്ത് ഇടും ആദ്യം. എന്നിട്ട് എസിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. എസിൻ്റെ വാല്യൂക്കകത്ത് എന്താ ഉള്ളത്, ഹലോ എന്ന് പറയുന്ന സ്ട്രിങ് ആണ്. അപ്പോൾ ഹലോ കാണിക്കും. എന്നിട്ട് വീണ്ടും setW10, അപ്പോൾ അവിടെ വീണ്ടും ഒരു 10 സ്പേസ് അവിടെ കാണിക്കും. വീണ്ടും
ഫ്രണ്ട്സ് എന്ന് പറയുന്ന നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന സ്ട്രിങ് കാണിക്കും. ഇങ്ങനെ നമ്മൾ സ്ട്രിങ്ങുകളെയൊക്കെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുമ്പോഴത്തേക്ക് വിഡ്ത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു IO മാനിപ്പുലേറ്റിംഗ് ഫംഗ്ഷനാണ് set w എന്ന് പറയുന്ന ഫംഗ്ഷൻ.